ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു Ripplespacetime. അപ്പോൾ ഇന്ന് ഒക്ടോബർ 18 തേഴ്സ്ഡേ മോർണിംഗ് ആണ്. ഞാൻ വീണ്ടും അപ്രീലിയ ഷോറൂമിലോട്ട് ബേക്കറി ജംഗ്ഷനിലോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു, 4 സർവീസ് കഴിഞ്ഞു, വണ്ടി എടുക്കണം. അപ്പോൾ ഇന്നലത്തെ ഹിച്ച് ഹൈക്കിങ് കംപ്ലീറ്റ് ആയി, തിരിച്ച് വീടെത്തി. അതിൻ്റെ എപ്പിസോഡ് ഇന്ന് ഈവനിങ് ആയിരിക്കും അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഞാൻ നാളെ മോർണിംഗ് എന്തായാലും അപ്ലോഡ് ചെയ്ത് എന്തായാലും ഹിച്ച് ഹൈക്കിങ് എപ്പിസോഡ് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ അപ്രീലിയൻ്റെ ഫീഡ്ബാക്കും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നടക്കുന്നതായിരിക്കും. പിന്നെ ഇന്ന് പറയാനുള്ളത്, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ടീഷർട്ട്? ഇത് Ripplespacetime എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിന്റ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ടിൻ്റെ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ നമ്മൾ ഫയല് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് യു പ്രിന്റഡ്. അത് എന്ത് പ്രിന്റ് ആണെങ്കിലും അവർ മാക്സിമം ഡിസ്കൗണ്ടോടുകൂടി അവർ ചെയ്തു തരും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അവരുടെ പേജ് വിസിറ്റ് ചെയ്യുക. അവർക്ക് സൈറ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പേജ് ഫോളോ ചെയ്യുക. നൈസ് പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ ഇതെൻ്റെ 3ാമത്തെ ടീഷർട്ടാണ്. അവരുടെ ട്രിവാൻഡ്രം ഇതിൻ്റെ ടീഷർട്ട് വെറും പൊളിയാണ്. അത് നിങ്ങളാരും മിസ് ചെയ്യരുത്. ട്രിവാൻഡ്രത്തുള്ള എല്ലാ ആൾക്കാർക്കും അതൊരു നൊസ്റ്റാൾജി, അവർക്ക് കുറച്ചധികം ഡിസൈനിലൊക്കെ അത്ര പെർഫെക്ഷനോട് കൂടിയും ക്വാളിറ്റിയിലും എല്ലാം അങ്ങനെയാണ് അവർ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഡെസിഗ്നേഷൻ്റെ സംഭവം എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ആ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ സ്വന്തം ഫ്രണ്ടും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എനിവേ യു ക്യാൻ ട്രൈ ഇറ്റ്. കുറേ അധികം പ്രിന്റ് അവരുടെ പേഴ്സണൽ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഏരിയയിലുള്ള പ്രോഡക്ട്സുകൾ, നമ്മുടെ ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ തന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെയാണ് അതിൻ്റെ യൂസൊക്കെ വരുന്നത്. ആ കാശൊക്കെ അവർക്ക് തന്നെ കിട്ടുന്നത്. അല്ലാതെ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വെറുതെ ഇവിടെ പോകുന്നു. മറ്റത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ആൾക്കാരെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഇന്നിവിടെ ഹർത്താലാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വന്ന് വണ്ടി എടുക്കണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈസ്റ്റ് കോട്ടാണിത്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യനില്ല ഇവിടെ റോഡിൽ. എനിക്ക് ലിഫ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും മിക്കവാറും നടന്ന് തന്നെ പോകേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കിട്ടിയ ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നെയ്ബർ തന്നെയാണ്. നെയ്ബർ മീൻസ് അവിടെ നാട്ടിലെ ആൾ തന്നെയാണ്. ഇത് എവിടെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ റോഡ് കണ്ടിട്ട് നമ്മളെ സ്വന്തം ഈസ്റ്റ് കോട്ടാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. ഇന്ന് ഹർത്താലാണ് ഇവിടെ. അതിന്റെ കൂടെ ഇന്ന് നവരാത്രി ആഘോഷം, നവമിയും കൂടെയാണ്. അപ്പൊ എല്ലാവരും വീടുകളിലൊക്കെ തന്നെ ആയിരിക്കും. റോഡൊക്കെ പരമശാന്തമായി കിടക്കും. വളരെ ശാന്തമായിട്ടുള്ള ഒരു ഈസ്റ്റ് കോട്ട് എന്ന് എല്ലാവർക്കും കാണിച്ചു തരാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. ഈ റോഡിലെ 1, 2, 3, 4 ലൈനും ബസ് കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കും.
ഞാനിവിടുന്ന് റൈറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, ഹായ് ഗൈസ്. ഞാനിപ്പോൾ നടക്കുന്നത് നമ്മുടെ തമ്പാനൂരിലൂടെയാണ്. ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ പ്രശ്നത്തിൻ്റെ മാർച്ചാണ് നമ്മൾ കണ്ടത്. മാർച്ചല്ല, ശരണം വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ യോഗമാണ് നമ്മൾ കണ്ടത്. സമാധാനപരമായിട്ടുള്ള, അഹിംസാപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ യോഗമാണ് നമ്മൾ കണ്ടത്. ആൾക്കാർ, ജനങ്ങൾ, വിശ്വാസികൾ അവരുടെ ഇമോഷൻസ് കാണിക്കുകയാണ്. അത് കാണിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നത് നല്ലതൊന്നുമല്ല. പക്ഷെ അത് എപ്പോഴും പീസ്ഫുള്ളായിട്ട് വയലൻസിൻ്റെ മാർഗത്തിലോട്ടൊന്നും പോവാണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ വെർഡിക്റ്റായിട്ട് പറയാനുള്ളത്, അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് എനിക്ക് പറയാനില്ല. കാരണം ഇത് കുറച്ചധികം പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഒരേ സമയം ചിന്തിക്കേണ്ട കാര്യമാണ്. കുറച്ചധികം സ്റ്റോറികൾ നമ്മൾ മനസ്സിലാക്കണം, ഹിസ്റ്ററി പഠിക്കണം, ഇതെല്ലാം ചെയ്യണം. ശരിക്കും ഇതൊരു ഹിന്ദുയിസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള സംഭവം ആയിട്ട് ബിലീവേഴ്സ് വിശ്വസിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികൾക്ക് പോലും അറിയത്തില്ല അവർ വാട്ട് ദേ ആർ ബിലീവിങ് ഇൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എല്ലാവരും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ആവും. സംഭവം ഇത് സ്ത്രീവിരോധമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. മെൻസ്ട്രുവേഷൻ ഒരിക്കലും ഇംപ്യൂർ ആണെന്ന് ആരും പറയുന്നില്ല. മെൻസ്ട്രുവേഷൻ പ്യൂരിറ്റിയുടെ സംഭവമാണ്, ഡിവൈനുള്ള സംഭവമാണ്, ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമുക്ക് മാത്രം പോകുന്ന അമ്പലങ്ങളുണ്ട്, പെണ്ണുങ്ങൾ മാത്രം പോകുന്ന അമ്പലങ്ങളുണ്ട്. ഇറ്റ്സ് ഓൺലി ബിലീവിങ് ഇൻ പ്ലൂറാലിറ്റി. പിന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശബരിമല പണ്ടത്തെ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സിലെ മലയായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എവറിത്തിങ് ചേഞ്ച്. ഹൈറ്റ് പോലും അവിടുത്തെ എക്കോസിസ്റ്റം എല്ലാം മാറി. പണ്ട് ആൾക്കാരവിടെ പൊയ്ക്കൊണ്ടിരുന്നത് അവർക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും നല്ല ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാനും ചക്ര ആക്ടിവേറ്റ് ചെയ്യാനും ഡീറ്റോക്സ് ചെയ്യാനും വേണ്ടിയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എത്ര ബിലീവേഴ്സിന് ആ സത്യങ്ങൾ അറിയാം, അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണോ അവിടെ പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവിടെയാണ് പോകുന്നതെന്ന്. പലപ്പോഴും ഇപ്പോൾ അവിടുന്ന് മാറി മീശപ്പുലിമലയോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ കാശിയിലോ ഒക്കെ പോയിട്ടുണ്ടാവാം. ഉള്ള കുറച്ചധികം ആൾക്കാർ തടിച്ചു കൂടുന്നൊരു സ്ഥലം മാത്രമായിട്ട് മാറി. പണ്ട് ഇങ്ങനെയല്ല, കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ എല്ലാം ചേഞ്ചായി. ഇനിയിപ്പോൾ ആൾക്കാർ പോവായിരിക്കും, എന്തോ ചെയ്യട്ടെ. നമുക്കിനി ഒന്നും പറയാനൊന്നുമില്ല, ഒന്നും ചെയ്യാനുമില്ല. KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ് എന്നൊക്കെയാണ് എൻ്റെ പേര്. വർഷം കുറേ ആയി കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതിൻ്റെ പർപ്പസ് മനസ്സിലായിട്ടില്ല. നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, നമ്മുടെ ജംഗ്ഷനൊക്കെ. ഇനി നമുക്ക് ഇന്ന് ഹർത്താലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലോകം ഇട്ടുകൊണ്ടൊന്നും ഇതുവഴി നടക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതായത് ഞാൻ ക്രോസ് ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നിന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കിട്ടുമെന്ന് നോക്കാം. ലെഫ്റ്റിലോട്ട് സ്ട്രെയിറ്റ് പോകുന്ന ആരെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ബേക്കറി ജംഗ്ഷൻ എത്താൻ പറ്റും. കാരണം ഒറ്റ റോഡാണ് ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് വെള്ളക്കാടോട്ട് പോകുന്ന ആ റോഡ് നമുക്ക് താഴെ കൂടെ അങ്ങ് പോയാൽ മതി. ഫ്ലൈ ഓവർ കയറാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്രീലിയ സർവീസുകൾ എത്താൻ കഴിയും. ഇനി വണ്ടി കിട്ടുമ്പോഴത്തേക്കും കാണാം. ഇവിടെ വണ്ടി എടുക്കുന്നുണ്ടോ? അങ്ങോട്ടെല്ലാം പോകുന്നുണ്ടോ? പോവാം. ഓക്കെ, അടിപൊളി. എങ്ങനെ ബേക്കറി ജംഗ്ഷനിലാണ് പോകും. അങ്ങനെ വീഡിയോ യൂട്യൂബിലെ വീഡിയോ Ripplespacetime RIPPLE ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ ആയിരുന്നു ഇതുപോലത്തെ ഒരു ഫസ്റ്റ് ഹിറ്റ്ചേക്കിങ്. എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ബേക്കറി ജംഗ്ഷൻ കൊടുത്തേക്കാണ്. അപ്പോൾ ഇന്നലെ അടിക്കാൻ വേണ്ടി സ്റ്റാൻഡിങ് ആയിട്ടും ഡ്രൈവോടായിട്ട് ഇരിക്കുക. ഞാൻ ഇവിടെ നടന്ന് പോയിട്ട് ഓക്കെ കാണാം. ഇത് നമ്പറുണ്ട്, ഓക്കെ. പുള്ളിക്കാരൻ ഊബർ ഈറ്റ്സിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട്, റൈഡ് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, റെഫറൽ കോഡ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യാനുണ്ടെങ്കിൽ പുള്ളിക്കാരനും അത് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ എനിക്കും ഒരു സ്റ്റാർട്ട് അവിടെ കിട്ടും. കാരണം അത്രമാത്രം ആൾക്കാരിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കണം. അത് കുമാരപുരത്താണ് ഉള്ളത്. അപ്പോൾ റൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ മണി ഏണിങ്ങിന് വേണ്ടിയായിട്ട് ഒരു പാർട്ട് ടൈം അല്ലാണ്ട് ഒരു ഫുൾ ജോബായിട്ടും കാണാം. കാരണം നമ്മളെ സിറ്റിയല്ലേ, നമ്മളെന്തിനാണ് വെറുതെ IT പാർക്കിലൊക്കെ പോയിരിക്കുന്ന ഒരു വൈറ്റ് കോളർ ജോബിനെ മാത്രം ജോബായിട്ട് കാണുന്നത്. നമ്മൾ ജീവിക്കാനുള്ള മണി ഏൺ ചെയ്യുക നല്ലതായ വഴി കൂടെ, അത്രമാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അല്ലാണ്ട് പിന്നെ ജോലി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അത് ചിലപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കാം. ഓരോ ആൾക്കാരുടെ അവരുടേതായ കോൺസെപ്റ്റുകളുണ്ട്. ചില ആൾക്കാർക്ക് അത് ഫാമിലി പരമായിട്ടും ഉള്ള സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടും ഫാമിലി പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് അതൊന്നും നടന്നു വരത്തില്ല. അപ്പോൾ എന്തായാലും സാധിക്കുന്ന ആൾക്കാരൊക്കെ അത് മാക്സിമം യൂസ് ചെയ്യുക. കാരണം നമ്മളെ ട്രിവാൻഡ്രം പോലത്തെ സ്ഥലത്ത് ഇതുപോലത്തെ സ്റ്റാർട്ടപ്സ് കോർപ്പറേറ്റ്സിൻ്റെയൊക്കെ ഓരോ ഇനിഷ്യേറ്റീവ്സ് വരുമ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്ത ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മളതൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നത് പോലെ ആയിപ്പോകും. അപ്പോൾ താങ്ക് യു ഗൈസ്. ഞാൻ ഏകദേശം എത്താറായി. ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് പോകുമ്പോഴത്തേക്കാണ് അപ്രീലിയുടെ ഷോറൂം. അപ്പോൾ
വണ്ടി കണ്ടിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ വണ്ടിയുടെ വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, എനിക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അപ്രിലിയ ഷോറൂം എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതായിരിക്കുന്നത് എൻ്റെ വണ്ടി 3248. ഫുൾ ഓയിൽ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ് ആദ്യം നോക്കാനുള്ളത്. അടിപൊളിയായി. അതിനൊരു പ്രശ്നം, അതിന് പ്രശ്നം ഇപ്പോഴും ഉണ്ട്, അത് മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് സെറ്റ് മൊത്തം മാറിയില്ല നടക്കത്തുള്ളൂ. സ്പ്രിങ് ശരിയാക്കിയിട്ടുണ്ട്, 2 മിറർ സെറ്റായിട്ടുണ്ട്, പിന്നെ ഡിസ്ക് പാഡ് മാറ്റി എന്നാണ് പറഞ്ഞത്. നമുക്ക് ബാക്കി നോക്കാം. ഞാൻ അകത്ത് പോയി ബില്ലിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് വരാം. നമ്മളെ ഓയിൽ സീലിൻ്റെ സീലൊക്കെ മാറിയിട്ടുണ്ട്, മിററെല്ലാം പുതിയത് സെറ്റ് ചെയ്തു, പിന്നെ ഹോണിൻ്റെ സ്പ്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓണും ഓഫും ആവുന്നതിൻ്റെ ആ ഫ്രീ ആയിട്ടുള്ളത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ വേറെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കോണും ബോളിൻ്റെ ഉണ്ട്, അത് ഇനി ഓടിച്ച് നോക്കുമ്പോഴേ അറിയാവൂ. അപ്പോൾ ഇനി ഓടിച്ചൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോർ സർവീസിന് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഭയങ്കര ഹാപ്പിയാണ് വണ്ടീനെ വീണ്ടും 2 ദിവസത്തിന് ശേഷം കാണാൻ കഴിഞ്ഞത്. കാരണം ഇത്രമാത്രം കുറ്റങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും പറഞ്ഞു ഞാൻ കുറ്റം മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ സ്വന്തം വണ്ടിയാണെന്ന് കുറ്റം പറയാൻ ഇത്ര അവകാശമുള്ളത്. കാരണം ഇതെല്ലാം നന്നാക്കി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. സിയോ ഗൈസ്. ഇനി അടുത്ത എൻ്റെ മെയിൻ ലക്ഷ്യം വീട്ടിൽ സേഫായിട്ട് എത്തുക എന്നുള്ളതാണ്. ഈ സമരത്തിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളും പല മാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ സേഫായിട്ടുള്ള ഒരു സ്പോട്ട് എത്തിയിട്ട് ഞാൻ ബാക്കി റിവ്യൂവിടെ അവിടെ ഷൂട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ ഇന്നലെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ വ്യക്തിനെ അങ്ങനെ ഞാൻ ഇന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ 3rd പേഴ്സൺ റിവ്യൂ ആണ് ഇന്ന്. പേഴ്സണൽ ഓണർഷിപ്പ് അല്ലാണ്ട് റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിതെങ്ങനെയുണ്ട് സർവീസിന് ശേഷം, ഫോർ സർവീസിന് ശേഷം വണ്ടി ഓടിക്കാം. വണ്ടിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനെ പറ്റി ഞാനൊരു ഐഡിയ തരാം. 8,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് 9,000 കിലോമീറ്റേഴ്സ് ആവാൻ പോവുകയാണ്. ടയറ് ബാക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അല്ലാണ്ട് മറ്റേ കംപ്ലൈൻറ്റ്സ് സ്വിച്ച് പരമായിട്ട് മിററും അങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൺ കോളും എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഹാൻഡിലിംഗ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിനെ പറ്റിയാണ് എനിക്ക് റിവ്യൂ മെയിനായിട്ട് വേണ്ടത്. സസ്പെൻഷൻ ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഓയിൽ സീൽ അധികം ഞെങ്ങത്തില്ല. അത് ആൾറെഡി ആയിരുന്നു, അത് ഓയിൽ സീൽ മാറിയപ്പോൾ ശരിയായി. ഈ റോഡിൽ കൂടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റോഡല്ല, ഇത് തോടാണ്. സസ്പെൻഷന്റെ റിവ്യൂ ഒന്നും ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇതുപോലത്തെ ഈ റഫ് ടെറൈനിൽ കൂടെ ഈ വണ്ടിയും ഓടിക്കുന്നതും ആക്റ്റീവ് ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ കമ്പനിയെ സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ ആണ് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള ബട്ടറി സ്മൂത്ത് ഒന്നും ഇമാജിൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല, പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പോയി അറിയത്തില്ല, രണ്ടുപേരുണ്ടെങ്കിൽ ഫീൽ ചെയ്യത്തില്ല. ഈ വണ്ടി 2 പേര് മിനിമം പോകണം. ഒരാൾ പോകുമ്പോൾ വെയിറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റിക്കൊക്കെ വ്യത്യാസമുണ്ടാവും. 2 പേര് പോകുമ്പോഴാണ് കറക്റ്റായിട്ട് വണ്ടി അതിൻ്റെ പെർഫോമൻസിൽ പോകാൻ കഴിയുന്നത്. ഹാൻഡ്ലിംഗ് ഒക്കെ മാക്സിമം തരുന്നത് അപ്പോഴാണ്. ഓയിൽ സീൽ മാറിയേണ്ടതാണ്. ഓയിൽ സീൽ നല്ല കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് റെയർ കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞ വാറണ്ടി തന്നെയാണ് ഓയിൽ സീലിൻ്റെ കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി മിററും അതൊക്കെയാണ് പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഓയിലും ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ റോഡിൽ കൂടെയാണ് നമ്മൾ സ്ഥിരം ഓടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടികൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പെട്രോളും ഇല്ല, അത് പെട്രോളും ഇല്ല, ഹർത്താലാണ്. ഇനി നമുക്ക് ശ്രീകാര്യം വരെ എത്തേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ മിക്കവാറും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് തള്ളുന്ന വീഡിയോ അല്ലെങ്കിൽ പെട്രോൾ മേടിക്കാൻ പോകുന്ന വീഡിയോ അതെല്ലാം മിക്കവാറും ആഡ് ചെയ്യേണ്ടി വരും. വണ്ടിയിൽ പതുക്കെ പോയാലും ടോപ്പ് സ്പീഡിൽ പോയാലും ഏകദേശം ഒരേ മൈലേജ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പതുക്കെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ സേവ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റത്തൊന്നുമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തള്ളാണ്ട് പെട്രോൾ പമ്പ് ഇല്ലാത്ത ഇതോടത്ത് ശ്രീകാര്യം വരെ എത്താൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്യാമറ ഓൺ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും.